ഹേ ഗൈസ്, ഇഫ് ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. എന്തായാലും ഇതിൻ്റെ ഒരു HD പ്രിൻ്റ് റിലീസായിട്ടുണ്ട്. OTT റിലീസ് ആയിട്ടില്ല. OTT റിലീസ് എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിൽ ജൂലൈ 1 ഈ ഒരു സിനിമ വരുന്നത്. അപ്പം HD പ്രിൻ്റ് വന്നിട്ടുണ്ട്. ടെലഗ്രാമിൽ പോയാൽ കിട്ടും. ഈ ഒരു സിനിമ ഡയറക്റ്റഡ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ജോൺ ക്രിസൻസ്കിയാണ്. ഹീസ് എ വണ്ടർഫുൾ ഫിലിം മേക്കർ. നിങ്ങൾ ആ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം. അതുമാത്രമല്ല, ഈ ഒരു സിനിമയുടെ ഹൈപ്പ് കൂട്ടുന്നത് നമ്മളുടെ എല്ലാമായ റയൻ റെനോൾഡ്സ് ഈ ഒരു സിനിമയിൽ ഒരു കിടിലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫാൻറ്റസി ലൈവ് ആക്ഷൻ അനിമേഷൻ കോമഡി സിനിമയാണ്. ഇപ്പം ലൈവ് ആക്ഷൻ അനിമേഷൻ എന്തുകൊണ്ട് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ കുറേയധികം ക്യാരക്ടേഴ്സ് അനിമേഷനാണ്. അപ്പം അങ്ങനത്തെ ഒരു സിനിമയാണ്. ഒരു ചിൽഡ്രൻ ഓറിയൻറ്റഡ് സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും പറയാം. പക്ഷേ നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പം ഇഫ് എന്നുള്ള ആ വാക്ക് നമുക്കറിയാവുന്നതാണ്. വാട്ട് ഇഫ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പം അതേപോലെ തന്നെ ഒരു സാധനം. അപ്പോൾ ഈ ഒരു സിനിമയിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മളെ എല്ലാം കുട്ടിക്കാലത്ത് നമുക്കെല്ലാം ഒരു ഇമാജിനറി ഫ്രണ്ട് കാണും. അതേ ഇമാജിനറി ഫ്രണ്ട്സിനെയാണ് ഈ ഒരു സിനിമയിലും കാണിക്കുന്നത്. അപ്പം സിനിമയിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ബി അല്ലെങ്കിൽ എലിസബത്ത് ന്യൂയോർക്കിലേക്ക് തിരിച്ചു വരുന്നു. ന്യൂയോർക്കിൽ വെച്ചിട്ട് ക്യാൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ, ഒരു ഇമാജിനറി ക്യാരക്ടറാണത് ആക്ച്വലി. ആ ഒരു ക്യാരക്ടറിനെ കാണുന്നു. അപ്പം പുള്ളിക്കാരൻ്റെ കൂടെ കുറേയധികം വേറെ ഇപ്പം ബ്ലൂ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്, ബ്ലോസം എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. ഇവരെല്ലാം ഇമാജിനറി ഫ്രണ്ട്സാണ് ഓരോ ആളുകളുടെ. അപ്പം ഇവരെല്ലാം, അതായത് ഇതിൻ്റെ എല്ലാ ഓണേഴ്സ് വളർന്ന സമയത്ത് അവരെല്ലാം ഈ ക്യാരക്ടേഴ്സിനെ മറന്നു പോകുന്നു, ഈ ഫ്രണ്ട്സിനെ മറന്നു പോകുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവരെല്ലാം തിരിച്ച് ഇവർ ഓണറിൻ്റെ അടുത്ത് കൊണ്ടുപോവുക എന്നുള്ള ഒരു വലിയ ടാസ്ക് ഏറ്റെടുക്കുകയാണ് എലിസബത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ. അങ്ങനെ എലിസബത്തും ക്യാലും കൂടെ ഇവരെല്ലാം ഇവരുടെ ഓണേഴ്സിൻ്റെ അടുത്ത് തിരിച്ചെത്തിക്കുന്ന ഒരു അഡ്വഞ്ചറസ് സാധനമാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. അങ്ങനെ വലിയ വില്ലന്മാർ എന്നുള്ള ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ഈ ഒരു സിനിമയിൽ വില്ലന്മാരില്ല. അങ്ങനെ നമ്മൾ സാധാരണ എന്ത് സിനിമ നോക്കിയാലും അതിനകത്തൊരു വില്ലൻ ക്യാരക്ടറാണ്. ഇതിനകത്തൊരു വില്ലൻ ക്യാരക്ടർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ നമ്മളെ 1.5 മണിക്കൂർ 1.25 മണിക്കൂർ ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ട് ഇരുത്തുന്ന ഒരു സിനിമയാണ്. ഇത് ആദ്യം കണ്ടു തുടങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു സ്ലോ പേസിൽ പോയിട്ട്, പക്ഷേ ഈ ഒരു റയൻ റെനോൾഡ്സിൻ്റെ ക്യാരക്ടർ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒന്ന് ബൂസ്റ്റ് ആവുന്ന സിനിമ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓളത്തിലങ്ങ് പോവുകയാണ് സിനിമ. പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സിലെത്തുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആകും ഈ ഒരു സിനിമയായിട്ട്. അല്ലെങ്കിൽ എന്താണ് ഇവർ പറയാൻ ഉദ്ദേശിച്ച സാധനമായിട്ടെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ്. അതാണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്തെ പല ക്യാരക്ടേഴ്സിനെ നോക്കുകയാണെങ്കിലും അതെല്ലാം ഒരു ആനിമേഷൻ ക്യാരക്ടറിൻ്റെ ഫീൽ നമുക്ക് തരണം. പക്ഷേ ഒരു ലൈവ് ആക്ഷൻ സിനിമയിൽ കാണുന്ന ഒരു ഫീലും കിട്ടണം എന്നുള്ള ഒരു വലിയ ടാസ്ക്കാണ് ഇതിൻ്റെ ക്രിയേറ്റേഴ്സിനുണ്ടായിരുന്നത്. അതവർ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചില ക്യാരക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ അത് അനിമേഷൻ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യും, പക്ഷേ അതൊരു ലൈവ് ആക്ഷനിൽ എങ്ങനെ കണ്ടാലിരിക്കും എന്നുള്ള ഒരു സാധനം ഉണ്ട് തന്നെ. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ബാക്ക് സ്റ്റോറി ഉണ്ട്. അതിൻ്റെ ഓണേഴ്സ് എന്തുകൊണ്ട് ആ ഒരു ക്യാരക്ടേഴ്സിനെ അങ്ങനെ ഇമാജിനെ ഫ്രണ്ട് ആക്കുന്നു, അങ്ങനെ ഓരോ സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെ ക്യാൽ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു ഓണർ ഉണ്ടല്ലോ, ആ ഒരു ഓണറെ ആരാണെന്ന് ഈ സിനിമയ്ക്കകത്ത് ഒരു പോയിന്റ് വരെ നമുക്ക് ലിറ്ററലി നമുക്ക് മനസ്സിലാവില്ല ഈ ക്യാരക്ടർ എന്താണ്, ഈ ക്യാരക്ടർ ഒരു ഇമാജിനറി ഫ്രണ്ടുള്ള ക്യാരക്ടർ ആണോ എന്ന് പോലും മനസ്സിലാവില്ല. പിന്നെ ഈ ഒരു സിനിമയിൽ ജോൺ ക്രിസൻസ്കി അഭിനയിച്ചിട്ടുണ്ട്. ഈ എലിസബത്തിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമയിൽ ഈ 2 ക്യാരക്ടേഴ്സാണ് ഫുള്ള് കാണിച്ചു പോകുന്നത്. അതായത് ക്യാലും എലിസബത്തും പിന്നെ ബ്ലൂ എന്ന് പറയുന്ന ക്യാരക്ടർ തന്നെയാണ്. ബ്ലൂ എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര രസമാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ക്യാരക്ടറാണ്. ഒരു വലിയ ബൾക്കി ഫീലുള്ള ബോഡിയും ആ ഒരു നമ്മൾ പോസ്റ്ററിൽ നോക്കുകയാണെങ്കിൽ ഒരു പോസ്റ്ററിലുണ്ട് ഒരു പർപ്പിൾ കളറിലുള്ള ഒരു വലിയ മോൺസ്റ്റർ. പക്ഷേ ഭയങ്കര ക്യൂട്ടായിട്ട് ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള കുട്ടി ഒരു ഇമാജിനറി ഫ്രണ്ട് ആക്കുകയാണെങ്കിൽ ആ ഒരു വലിപ്പം മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ബ്ലൂ എന്ന് പറയുന്നത്. പിന്നെ ബ്ലോസം എന്ന് പറയുന്ന ക്യാരക്ടർ, ഇതിനകത്ത് ഓരോ ക്യാരക്ടറിനും ഓരോ പ്രത്യേകതകളുണ്ട്. ലൂസ് എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്. പിന്നെ ഇമാജിനേഷൻസ് ആണ് ഫുള്ള്. ഈ ഒരു ഇമാജിനറി വേൾഡൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ആലിസ് ഇൻ വണ്ടർലാൻഡ് പോലത്തെ സാധനമൊന്നും അല്ല, പക്ഷേ ഒരു ഡിഫറൻറ്റ് സ്റ്റോറിയാണ്, ഒരു ഫ്രഷ് സ്റ്റോറിയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സ്റ്റോറി കണ്ടിട്ടില്ല. പക്ഷേ ഫ്രഷ് ഫീലോടുകൂടി കാണാൻ പറ്റുന്ന ഒരു ചൈൽഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ മേക്ക് ചെയ്തതാണ് ജോൺ ക്രിസൻസ്കി. ലിറ്ററലി ഇത് പുള്ളിയുടെ മാത്രം ആ ഒരു വിജയമാണ്. അല്ലെങ്കിൽ ആ ഒരു സിനിമ ഇങ്ങനെ ആക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. എനിക്കൊന്നും പുള്ളി തന്നെ എഴുതിയ സിനിമയാണ്. അതുപോലെ തന്നെ റയൻ റെനോൾഡ്സ് പുള്ളിക്കാരൻ നമുക്കറിയാവുന്നതാണ്. വെറുതെ വന്ന് നിന്നാലും ആ ഒരു ഫ്രെയിം കാണാൻ ഭയങ്കര രസമാണ്. അതിപ്പോൾ ഡെഡ്പൂൾ എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണ്. അല്ലെങ്കിൽ ഏത് സിനിമ വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കൂ, പുള്ളി കോമഡി ആക്ഷൻ എല്ലാം ചെയ്യും. ഇതിലും ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. പുള്ളി ഈ ഒരു മിഷൻ മൊത്തത്തിൽ ഫെയിൽഡായി നിൽക്കുന്ന സമയത്താണ് ബി വരുന്നത്. പിന്നെ ഇവർ 2 കൂടെ പാർട്ട്നേഴ്സ് ആവുന്നു.
അങ്ങനെ ഒരു ഒരു 11-12 വയസ്സുള്ള കുട്ടിയുമായിട്ട് എങ്ങനെ നിൽക്കണോ അങ്ങനെ ആ ഒരു ക്യാരക്ടർ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ ഒരു കിടിലൻ ക്ലൈമാക്സ് ഒക്കെ കൊടുത്ത ഒരു 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 കിടിലൻ സിനിമയാണ് ഈ ഇഫ് എന്ന് പറയുന്നത്. ഇത് തിയേറ്ററിൽ കാണണമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടതിനെ കുറച്ചും കൂടെ ഒരു ഫീൽ കിട്ടിയാണ്. പക്ഷേ തിയേറ്ററിൽ കാണാനായിട്ട് ഇവിടെ തിയേറ്റർ റിലീസ് ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ പോയി കാണാഞ്ഞത്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു സിനിമ കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടണം. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളൊരു സിനിമയാണ്. അപ്പം ഇത്രയുമാണ് ഇഫിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ ഒരു നിങ്ങൾ OTT റിലീസ് ആകുമ്പോൾ കാണുക, അല്ലെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിലോ അല്ലെങ്കിൽ എസ് മൂവീസിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കാണുക. അല്ല എസ് മൂവീസിലോ ഹേ മൂവീസിലോ എസ്പ്ലെക്സിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കാണുക. അപ്പം അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. അപ്പം ബൈ ഗൈസ്. അപ്പം ഇത്രയേ ഉള്ളൂ.